मोहब्बत बरसा देना तू सावन आया है. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇവിടേക്ക് ഈ ലേക്കിലോട്ട് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു യാത്രയുടെ കുറച്ച് വഴികൾ ഇതൊക്കെയാണ്. ഞാൻ വഴികൾ ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കാണാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയതുണ്ടോ? രണ്ട് സൈഡും കണ്ടോ? രണ്ട് സൈഡും ഒരു നീലാകാശവും ഇങ്ങനെ പോകുന്നത് തന്നെ നല്ല രസമുണ്ട്. കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടത്. ഇത് കുറച്ച് ഉള്ളിലോട്ട് റോട്ടോർവേയിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് അങ്ങോട്ടുള്ളൂ. അത് അവിടെ നിന്ന് പോരാനായിട്ട് ഒരു 10 മിനിറ്റ് ഉള്ളോട്ട് കയറണം. ഇതാ ഉള്ളുവഴി. അധികം വണ്ടികളോ അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല രസമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി മെയിനായിട്ട് അവിടെ ചെന്നതിന് ശേഷമുള്ള ബാക്കി ഫോട്ടോഷൂട്ടിന് പറ്റിയ ലൊക്കേഷനാണത്. അപ്പോൾ ആർക്കെങ്കിലും ന്യൂസിലാൻഡിൽ വരുന്നുണ്ട്, ഇവിടെ ഉള്ളവർ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റോട്ടോർവേ പോകുന്നുണ്ടെങ്കിൽ അതുവഴി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് തിരിച്ച് വരുന്ന വഴിക്ക് അത് വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല രസം തോന്നി. ഒരു കിവി ഫാമിലി 2 പട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, സ്വിമ്മിങ്ങിനും ഇതിനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ അതും ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അവസാനം വരെ എല്ലാവരും കാണുക. പിന്നെ നമുക്ക് യാത്ര അങ്ങോട്ട് പോയി അവിടെ ചെന്നതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് കാണാം. ഓക്കെ. रात गुजारी है तेरे इंतजार में, कैसे बताऊं जज्बात ये मेरे, मैंने खुद से भी ज्यादा तुझे चाहा है. നിങ്ങളുടെ അടുത്ത് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇന്നത്തെ റോഡ് മാർക്കിംഗ് കണ്ടോ? ഇതിങ്ങനത്തെ റൂൾസൊക്കെ നമ്മുടെ നാട്ടിലും വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഈ യെല്ലോ മാർക്കിംഗ് ഉള്ള സ്ഥലത്തുനിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നല്ലൊരു റൂൾസാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്യാതെ നമ്മൾ അവരുടെ ബാക്കിൽ കൂടെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് വരണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്കിഷ്ടപ്പെട്ടൊരു നല്ലൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് ഇവിടുത്തെ റോഡിൻ്റെ. അത് നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെ നമ്മൾ പാലിക്കണം അത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അത് കാര്യം ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഇതാണ്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം ഞാൻ പോയാൽ മതി എന്നാണ് ഒട്ടുമിക്ക ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഡ്രൈവേഴ്സിൻ്റെയും ചിന്താഗതി. പക്ഷേ ഇവിടങ്ങളിലൊക്കെ നേരെ തിരിച്ചാണ്. ആദ്യം അവർ ക്രോസ് ചെയ്യുക, നടന്നു പോകുന്നവർ റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം ഇവർ പോകത്തുള്ളൂ. അത് പെഡസ്ട്രിയൻസിന് സെപ്പറേറ്റ് മാർക്കിങ് സീബ്ര ലൈനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് അവർ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. ഇവിടങ്ങളിൽ അതൊക്കെ നല്ല ആൾക്കാരെല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും. ഇപ്പോൾ റോഡിൻ്റെ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ എന്ത് വന്നാൽ പോലും ഇപ്പം അങ്ങനെ ഒരു ലൈൻ ഉണ്ടോ എല്ലാവരും പിന്നാലെ വരും. ആ റോഡിൻ്റെ ഇതിൻ്റെ മാർക്കിങ് തീർന്നതിന് ശേഷം മാത്രമേ എല്ലാവരും ഓവർടേക്ക് ചെയ്യത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ആൾക്കാരുടെ റൂൾ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാട്ടോ. അതുകൊണ്ട് മാർക്കിംഗ് ഉണ്ടോ, അതായത് നമുക്ക് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല, അപ്പുറ സൈഡിലോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. അവർക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, പക്ഷെ നമുക്ക് ഒരിക്കലും ഓവർടേക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് അവരുടെ ട്രാക്കിലോട്ട് നമുക്ക് കയറാൻ പാടില്ല. കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഞാൻ നോക്കിയിൽ വെച്ചിട്ട് ട്രാവലിൻ്റെ ഇത് എനിക്കിഷ്ടപ്പെട്ടു ഇതാണ് റോഡിൻ്റെ.
जब जब तेरे पास मैं आया एक सुकून मिला जिसे मैं था भूलता आया वो वजूद मिला जब आए मौसम गम के तुझे याद किया हो जब सहमे तन्हापन से तुझे याद किया संभल जा जरा फिर मोहब्बत करने चला है तू दिल यही रुक जा जरा फिर मोहब्बत करने चला है तू ऐसा क्यों कर हुआ जानू ना मैं जानू ना ओ दिल संभल जा जरा फिर मोहब्बत करने चला है तू दिल यही रुक जा जरा फिर मोहब्बत करने चला है तू അപ്പോൾ നമ്മുടെ സ്ഥലം ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ കാര്യം അതായത് ഇത് ചെറിയൊരു ലൊക്കേഷൻ ഉണ്ടോ, ഇത് ചെറിയൊരു ലൊക്കേഷൻ. ഇതിൻ്റെ മെയിൻ സ്ഥലത്തോട്ട് ഇങ്ങനെ കുറച്ചും കൂടെ പോകാനുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പാർക്കിംഗ് ചെയ്യുന്ന ഒരു ഇതും കൂടെ നോക്കിയിട്ട് ബാക്കി ഇതാണ് സ്ഥലം. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയ നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ് ഈ സംഭവം. അങ്ങനെ ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗി നോക്കിയേ, ഫുള്ള് പച്ചപ്പും നല്ലൊരു ഞാൻ വൈകുന്നേരം സായന സമയത്തൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നല്ല രസമായിരിക്കും. അവരൊക്കെ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ടാവും മിക്കവാറും. പിന്നെ ഇവിടെ ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നത്തെ നോക്കിയപ്പോൾ ഫിഷിംഗ് ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പുറ സൈഡുകളിലൊക്കെ. അപ്പം നമ്മളെ എന്തായാലും അങ്ങോട്ടേക്ക് പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ അതൊരു വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ അങ്ങോട്ടേക്ക് പോയി ബാക്കിയുള്ള ഇതൊക്കെ നോക്കാം. कुछ भी नहीं जब दरमियां फिर क्यों है दिल तेरे ही ख्वाब बुनता चाहा कि दे तुझको भुला पर ये भी मुमकिन हो ना सका क्या है ये संभल जा जरा. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് റോട്ടൂർവേല ലേക്ക് തറാവിറ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. ഞാൻ മുമ്പൊരു വീഡിയോ കാണിച്ചിരുന്നു. മുമ്പത്തെ വീഡിയോയിൽ കാണുന്ന അതുപോലെ തന്നെ അത് ബ്ലൂ കളറാണ്, ഇവിടുത്തെ ഗ്രീൻ കളറാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കതെങ്കിൽ വെള്ളത്തിൻ്റെ പ്രത്യേകത ഒന്ന് കാണാം. ഓക്കെ,
पूछो तुम्हारे बिन दीवाने का क्या हाल है। दिल मेरा देखो ना मेरी हैसियत पूछो, तेरे बिन एक दिन जैसे 100 साल है। अंजाम है तय मेरा, होना तुम्हें है मेरा, जितनी भी हो दूरियां फिलहाल है। ये दूरियां फिलहाल है। तुम्हारी तस्वीर के सहारे मौसम कई गुजारे, मौसमी ना समझो पर इश्क को हमारे नजर Oh. Okay, thank you. You are covered also. What's your name? Logan. 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 What's your dog name? The girl's name out the furthest. Okay. That's Bindi. Oh, okay. Bindi, and the one over here is Blue. Blue. Oh, nice. Okay, thank you. Cheers.